എനിക്ക് വേണ്ടത് കാല്, എനിക്ക് വേണ്ടത് കൊടല്, എനിക്ക് വേണ്ടത് തലയാ. ഇതൊക്കെ ചെയ്യണമെങ്കിൽ അവൻ വരണം. ആര്? മാർക്കോ. എന്തോ മാർക്കോ ഇത് ബീഡി? ബ്രിട്ടീഷ് ബീഡിയെ കിട്ടിയുള്ളൂ. ബഡ്ജറ്റ് വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ചേട്ടന് എത്ര വേണ്ട? 1 കിലോ. പുള്ളിക്ക് ഒരു 1 കിലോ എടുത്തോ. ചേട്ടന് 2 കിലോ. 2 കിലോ. 2 കിലോ കൊടുത്തിട്ട്. വയലൻസ് വയലൻസ് വയലൻസ്. എനിക്ക് ഇഷ്ടപ്പെട്ടത് വയലൻസ്. അല്ല മാർക്കോ, ഇത് എവിടെയോ കേട്ട ഒരു ഡയലോഗാണല്ലോ. സോറി, ഇൻസ്പിറേഷൻ ആയി. ഇന്ന് വെട്ടിയ മുത്തയിറച്ചി തീർന്നില്ലേ? തീർന്നു മാർക്കോ, സൺഡേ അല്ലേ? ഓക്കെ, വെരി ഗുഡ്. അതേതാണ് പുതിയ അവരൻ? ഞാൻ പോയി നോക്കാം. ഗോ. പുഷ്പ എന്നത് ഒരു പേരല്ല, പുഷ്പ ഒരു ബ്രാൻഡാ. എന്താ പറ്റിയ പുഷ്പ? കൊതുകിന് വെട്ടാണോ പുഷ്പ? വേണ്ട വേണ്ട, നിന്റെ ഉന്നെ എനിക്കറിയാം. നീ എങ്ങാനും മാറ്റി വെടിവെച്ചാ എന്റെ സ്പൈനക്കോൾ തകർന്ന ശ്രീവല്ലിക്ക് ആരുണ്ടാ? അപ്പൊ ഞാൻ മാർക്കോനെ വെടിക്കട്ടെ. മാർക്കോ അവൻ ആരെ എപ്പോൾ എവിടെ എന്തിനു വെട്ടുമെന്ന് അറിഞ്ഞൂടാ. അവന്റെ അടുത്തൊരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്ത് നിന്നാൽ നമ്മൾക്ക് എല്ലാവർക്കും നല്ലത്. വാ പോകാം. നിൽക്കൂ. പുഷ്പ പുഷ്പരാജ്. കഴുത്തിനെന്ത് പറ്റി? താഴത്തില്ലടാ. ഓ പാവം, വളവാണല്ലേ. നിൽക്ക്, ഞാൻ മാർക്കോയോട് പറഞ്ഞിട്ട് വരാം. മാർക്കോ, പുഷ്പരാജ് എത്തി. പുഷ്പക്കണ്ട ഇറച്ചിക്കടയിൽ കാര്യം ചന്ദനത്തടി. നീ ഇറച്ചി വെട്ടുന്ന തടിയില്ലേ, അതെനിക്ക് വേണം. ചന്ദനത്തടി കാട്ടിൽ കിട്ടില്ലേ പുഷ്പ? പിന്നെ എന്തിനാണ് ഇറച്ചി വെട്ടുന്ന എന്റെ ഈ തടി? ഇല്ല, ഈ അടുത്ത കാലത്ത് ഫോറസ്റ്റിൽ ഭയങ്കര സ്ട്രിക്റ്റാണ്. അവർ മരം വെട്ടാൻ അനുവദിക്കുന്നില്ല. നിന്റെ തടി തരികയാണെങ്കിൽ അതിനെ പ്യൂർ ചന്ദനം എന്ന് പറഞ്ഞ് ഞാൻ വിൽക്കും. അങ്ങനെയാണെങ്കിൽ ഈ ബിസിനസ്സിൽ മാർക്കോവും ഈ പുഷ്പരാജും പാർട്ട്നേഴ്സ്. നോ പുഷ്പ, എനിക്ക് രക്തം കണ്ടാണ് ശീലം, തടിയല്ല. സോ ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ്. ആ തടി ഞാൻ എടുത്തിരിക്കും. കാരണം പുഷ്പ എന്നാൽ റൂളാണ്. ഫയർ അല്ലേ? വൈൽഡ് ഫയർ. മാർക്കോ, അവൻ നമ്മുടെ കട കത്തിച്ചു. പുഷ്പ അവിടെ നിക്ക്. നീ എന്റെ കട കത്തിച്ചു അല്ലേ? നിനക്കുള്ള ശിക്ഷ ഈ മാർക്കോ ഇപ്പൊ തരാം. പുഷ്പ താഴത്തില്ലടാ.